ഇനി നമുക്ക് കടല വറുത്തരച്ച് കൂട്ടാൻ വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് കുക്കറിൽ വേവിക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 മുറി തേങ്ങ ചിരവിയത് അതിലേക്കിട്ട് മൂപ്പിക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ഇവയിട്ട് മൂപ്പിക്കുക. പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കണം. മൂത്ത് കഴിയുമ്പോൾ ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഇനി അരപ്പ് ചേർക്കുന്നതിനുമായി ചീനിച്ചട്ടി വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക്, 2 വറ്റൽമുളക് ഇവയിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇടുക. അതിലേക്ക് വേവിച്ച് വെച്ച കടലയും വറുത്ത് വെച്ച തേങ്ങ അരച്ചതും ചേർക്കുക. കൊഴുപ്പ് കൂടുന്നതിന് വേണ്ടി സ്വല്പം വെന്ത കടല കൂടി അരച്ച് അതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ചേർത്തിളക്കി വെളിച്ചെണ്ണ തെളിഞ്ഞു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ കടലക്കറി റെഡിയായി. പുട്ടിനും അപ്പത്തിനും ഈ കടലക്കറി നല്ലതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു. കാണുന്നതിനൊപ്പം ഞങ്ങളുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഈ കടലക്കറി പുട്ടിനും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.